നമസ്കാരം. അനിയന്ത്രിത മൂത്രച്ചോർച്ച അഥവാ യൂറിനറി ഇൻകോണ്ടിനൻസ് പൊതുവെ ആളുകൾ പുറത്തു പറയാൻ മടിയുള്ള ഒരു വിഷയമാണിത്. അതുകൊണ്ട് തന്നെ ഇത് അവരുടെ ശാരീരികമായും മാനസികമായും അവരിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. പലപ്പോഴും ഈ ലക്ഷണങ്ങൾ നമുക്ക് ലഭിക്കുന്നത് OPയിൽ വരുന്ന പേഷ്യൻറ്റിനോട് മൂത്രസംബന്ധമായ ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോഴാണ്. ഇത് ഒരു നിസ്സാരമായി കാണേണ്ട അസുഖമല്ല. കാരണം പല അസുഖങ്ങളുടെയും ലക്ഷണമായിട്ടാണ് ഇത് കണ്ടുവരുന്നത്. എന്താണ് യൂറിനറി ഇൻകോണ്ടിനൻസ്? എന്തുകൊണ്ടൊക്കെയാണ് ഇത് ഉണ്ടാവുന്നത്? ഏതൊക്കെ അസുഖങ്ങളുടെ ലക്ഷണമായിട്ടാണ് ഇത് കണ്ടുവരുന്നത്? നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ ധന്യ, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട് ജില്ല. സാധാരണയായി പല രീതിയിൽ യൂറിനറി ഇൻകോണ്ടിനൻസ് കണ്ടുവരുന്നു. അതിൽ 2 രീതിയിലുള്ള ഇൻകോണ്ടിനൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് ആൻഡ് അർജ് ഇൻകോണ്ടിനൻസ്. സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും സ്ത്രീകൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ലേ, തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ചിരിക്കുമ്പോഴും ചിലപ്പോൾ സ്റ്റെപ്പുകൾ കയറുമ്പോഴും മൂത്രം തുള്ളിയായി പോകുന്നു എന്ന്. ഇതിനുള്ള കാരണം നമ്മൾ ഈ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ അബ്ഡോമിനൽ മസിൽ മൂത്രസഞ്ചിയിന്മേൽ പ്രഷർ ചെലുത്തുന്നു. അതിനാൽ മൂത്രം തുള്ളിയായി പോകുന്നു. ഇതിൽ 2ാമത്തെ വെറൈറ്റിയാണ് അർജ് ഇൻകോണ്ടിനൻസ്. ഇത് സാധാരണയായി പുരുഷന്മാരിലാണ് കൂടുതലും കണ്ടുവരുന്നത്. പ്രോസ്റ്റേറ്റ് വീക്കത്തിൻ്റെ ഫലമായി പ്രോസ്റ്റേറ്റ് സംബന്ധമായ അസുഖങ്ങളിലാണ് ഇത് കണ്ടുവരുന്നത്. മൂത്രം ഒഴിക്കാൻ തോന്നുമ്പോഴേക്കും നമ്മൾ വാഷ്റൂമിൽ എത്തുന്നതിന് മുന്നേ ആയിട്ട് മൂത്രം പോകുന്നു. മൂത്രത്തിന് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. വാഷ്റൂമിൽ എത്തുമ്പോഴേക്കും 1-2 തുള്ളിയായും അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടും പുറത്തേക്ക് പോകുന്നു. ഇതാണ് അർജ് ഇൻകോണ്ടിനൻസ് കണ്ടുവരുന്നത്. സാധാരണയായി 40% സ്ത്രീകളിലാണ് ഇത് കണ്ടുവരുന്നത്. നമ്മളെ ഇടുപ്പെല്ലിന് താഴെയുള്ള പേശികളാണ് നമ്മുടെ ബ്ലാഡർ, അതായത് മൂത്രസഞ്ചിക്കും മൂത്രനാളിക്കും ബലം നൽകുന്നത്. ഈ മസിൽസ്, ഈ പേശികളെ നമ്മൾ പെൽവിക് ഫ്ലോർ മസിൽസ് എന്നാണ് പറയുന്നത്. ഈ മസിൽസിന് ബലക്ഷയം സംഭവിക്കുമ്പോൾ അഥവാ അതിൻ്റെ സ്ട്രെങ്ത് കുറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള സിംറ്റംസ്, ലക്ഷണങ്ങൾ നമുക്ക് കാണുന്നത്. എപ്പോഴൊക്കെയാണ് ഈ മസിൽസിൻ്റെ സ്ട്രെങ്ത് കുറയുന്നത്? സ്ത്രീകളിൽ തുടർച്ചയായുള്ള പ്രസവം മൂലവും ദീർഘനേരം എടുത്തുള്ള ഭാരം കൂടിയ കുഞ്ഞിനെ പ്രസവിക്കുക എന്നീ കാരണങ്ങളെല്ലാം കൊണ്ടുതന്നെ ഈ പെൽവിക് ഫ്ലോർ മസിലിന് വീക്ക്നെസ് സംഭവിക്കുന്നു. അതുപോലെ മാസമുറ കഴിഞ്ഞവരിലും ഹോർമോൺസിൻ്റെ അഭാവം മൂലം ഇത്തരത്തിലുള്ള സിംറ്റങ്ങൾ ഉണ്ടാകാം. പ്രമേഹ രോഗികളിലും നട്ടെല്ല് സംബന്ധമായ അസുഖമുള്ളവരിലും ഇതുപോലെയുള്ള സിംറ്റങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അമിതഭാരമുള്ളവരിൽ കൂടുതലായിട്ടും ഈ ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട്. മൂത്രപ്പഴുപ്പ്, മൂത്രക്കല്ല് എന്നീ അസുഖമുള്ളവരിൽ ഇതൊരു ലക്ഷണമായി വരുന്നു. ഇനി ഇതെല്ലാം ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ റെഗുലർ എക്സസൈസ്, അതായത് കീഗൽ എക്സസൈസ് എന്ന് പറയും, അത് നമ്മുടെ പെൽവിക് ഫ്ലോർ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. ഈ എക്സസൈസിലൂടെ ഒരു പരിധിവരെ ഈ മസിൽസിന് നമുക്ക് സ്ട്രെങ്ത് കൊടുക്കാം. അമിതഭാരമുള്ളവരാണെങ്കിൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക. പ്രമേഹ രോഗികൾ ബ്ലഡ് ഷുഗർ ലെവൽ നോർമൽ ചെയ്യുക. അമിതമായി ചായ കുടിക്കുന്നവരും കാപ്പി കുടിക്കുന്നവരും ഈ ശീലങ്ങളൊന്ന് കുറച്ച് കൊണ്ടുവന്നാലും ഇത് നമുക്കൊരു പരിധി വരെ ഒഴിവാക്കാം. അതുപോലെ കിടക്കുന്നതിന് മുമ്പ് ഒരുപാട് വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളോ കൺസൾട്ടേഷനോ ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ലഭ്യമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്